ഇനി എന്താണ് വേണ്ടേ പറയൂ, ഇങ്ങോട്ട് നോക്കൂ. അങ്ങനെ മോതിരമൊക്കെ സെലക്ട് ചെയ്ത് ഇനി എന്താണ് അമ്മയ്ക്ക് അടുത്തായിട്ട് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് മേക്കാതെ വേണമെന്ന്. അങ്ങനെ അതാ ഈ കുട്ടി ബോൾസിൻ്റെ മേക്കാതില്ലേ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാതെ കിടക്കുന്ന നല്ല രസമാണ്. അങ്ങനെ ഞാൻ പറയാം അമ്മ എന്നാൽ ഇത് മതിയെന്ന്. അപ്പം അമ്മ വേറെ കുറേ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഫൈനലി ഞങ്ങൾ ഈ ഒരു ബോൾസ് തന്നെ എത്തി ഗൈസ്. ഇതാകുമ്പം നല്ല ഭംഗിയാണ്, കാണാനും നല്ല രസമാണ്. അപ്പം അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ട്. ഞാനത് അമ്മയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ കാതിലിട്ടപ്പോൾ നല്ലതായിട്ട് ചേരുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ അമ്മമാർക്കൊക്കെ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. അവരും ഭയങ്കര ഹാപ്പിയാണ് വാങ്ങിക്കൊടുക്കുന്നത്, നമ്മളും അതിലേറെ ഹാപ്പി ആയിരിക്കും. പിന്നെ ഇവിടുത്തെ കളക്ഷൻസ് എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ജ്വല്ലറിയിൽ. ഈ ഒരു തവണ ഈ ജ്വല്ലറി വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും 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 വരും. അതുപോലത്തെ സൂപ്പർ കളക്ഷൻസ് ഒക്കെയാണ് ഗൈസ്. അങ്ങനെ നമ്മളത് അമ്മയ്ക്കൊരു കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ട്. നല്ല രസമില്ലേ, നല്ല ഭംഗിയിലെ കാണാൻ വേണ്ടി. അങ്ങനെ നമ്മളത് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതാ നമ്മുടെ ബിഗ് ബോസിലെ മറ്റേ വീണ വന്നിട്ടുണ്ടായിരുന്നു. അവരും പർച്ചേസ് ചെയ്യാൻ വന്നാണ് ഗൈസ്. അങ്ങനെ അവരെന്തൊക്കെയോ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പോയില്ല, ഫോട്ടോ എടുക്കാനൊന്നും പോയില്ല. അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരി ബിസി ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ഗൈസ്. അങ്ങനെ നമ്മളതാ ഫൈനലി നമ്മൾ മോതിരവും വാങ്ങി, പിന്നെ കമ്മലൊക്കെ വാങ്ങി നമ്മളതാ പോവുകയാണ്. എനിക്ക് അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോ ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങി കൊടുക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല, അമ്മയ്ക്ക് എന്തൊക്കെ വാങ്ങിക്കൊടുത്താലും ഇങ്ങനെ എന്താ പറയുക മതിയാവൂല. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സർപ്രൈസ് ആയിട്ടൊക്കെ വാങ്ങിക്കൊടുക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അങ്ങനെ നമ്മളിനിയും നേരെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ലുലു പോവാണ്. ഇന്ന് ഞാനും അമ്മയും കൂടെ പുറത്തൊക്കെ പോകുന്ന ദിവസമാണ് ഗൈസ്. ഇന്ന് നമുക്ക് ലീവ് ആയതുകൊണ്ട് നമ്മളിന്ന് ഫുള്ള് പുറത്താണ്. അങ്ങനെ നമ്മൾ നേരെ സനന്തേരി കസ്റ്റമൊക്കെ കാണാൻ പോവാണ് ഗൈസ്. ഒന്നാമത് ടൈം ആയിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി ഓടിപ്പടച്ച് പോവുകയാണ് ഗൈസ്. ഇവിടുന്ന് എന്ത് പർച്ചേസ് ചെയ്താലും നമുക്ക് അതിനോട് കുട്ടി ഗിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പാത്രം, ഗ്ലാസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ നേരെ ഇനിയും ലുലു പോവാണ് ഗൈസ്. അപ്പം ലുലു പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ പറയാം. അങ്ങനെ അമ്മ കണ്ടു, അമ്മയ്ക്ക് ഈ ഗോൾഡൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതാണ് ഈ മുഖത്ത് ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. നിങ്ങളപ്പോൾ ചെറിയ ചെറിയ എമൗണ്ടൊക്കെ കിട്ടി കഴിയുമ്പോൾ അത് ചുമ്മാ വേസ്റ്റ് ആക്കാതെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഗോൾഡും കാര്യങ്ങളൊക്കെ വാങ്ങി വെക്കണം. അതെന്തുകൊണ്ടും നാളെ നമുക്ക് ഉപകാരപ്പെടും ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. ടാറ്റാ.